ഹലോ, അപ്പം നമ്മൾ ഇന്ന് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു, ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പം പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ നൗഫൽ വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. കൂടെ വന്നപ്പോൾ ഒരാളെയും കൊണ്ടാണ് വന്നത്. അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് സർപ്രൈസായിട്ട് കേക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെയാണ് കറക്റ്റ് അത് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേക്ക് കൊടുത്തു പുറത്തേക്ക് പോകാൻ നേരത്തെ. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഈ അജുക്കാക്കയും അമ്മും ഉമ്മച്ചിയും വാപ്പച്ചിയൊക്കെ കൂടി സർപ്രൈസായിട്ട് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഓൾറെഡി ഈ പുള്ളിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന സെയിം ആൾക്കാരെ തന്നെ വന്നു. അപ്പം എൻ്റെ അടുത്ത് അറിയോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിടിയിന്ന് അറിയാ, കാരണം എനിക്കറിയണവർ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ പിടിന്ന് അറിയാതെ പറഞ്ഞു. അപ്പൊ ആരെ ഗിഫ്റ്റ് തന്നേന്ന് ചോദിച്ചപ്പോ എനിക്ക് ഒരു ഗസ് ഉണ്ടായിരുന്നത് നൗഫലായിരിക്കും എന്നായിരുന്നു. ഇക്കാക്കായും അവരൊക്കെ ഇപ്പൊ തരും എന്നൊരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ പക്ഷെ ഞാൻ വേഗം അവരാന്ന് പറഞ്ഞപ്പോ ഞാൻ വേഗം അവരാ, ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി അത്. അങ്ങനെ ഞങ്ങൾ ആ റൂമിൽ നിന്ന് ഇനി നൗഫലിന്റെ കസിൻ ഇക്കാക്കായും ഇത്താത്തായും പിള്ളേരൊക്കെ ഉള്ള വീട്ടിലേക്ക് പോവാണ്. ഞാൻ വന്ന സമയത്ത് എനിക്കധികം ലഗേജ് കൈ വേദന എടുക്കണം, ലഗേജ് അധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനിങ്ങനെ പാത്രവും അതും ഇതൊക്കെ ആയിട്ടൊക്കെയാണ് വന്നത്. എല്ലാ കിടക്കയായിട്ട് വന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ പിടിയെന്നുള്ള വരണ പ്ലാൻ ആയതുകൊണ്ട് തന്നെ ലഗേജ് അധികം കൂട്ടിയെടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പം നമ്മൾ ബാക്കി ലഗേജ് കസിൻ താത്ത വന്ന കാരണം ആളുടെ കൊടുത്ത് വിടാന്നുള്ള സെറ്റപ്പിൽ എൻ്റെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അപ്പോൾ അതൊക്കെ ഇന്ന് പോയി കളക്ട് ചെയ്യാം. അവരെത്തിയിട്ടുണ്ട്, അവർ ഇന്നലെ എത്തി. പിന്നെ നമ്മൾ അവിടെ പോയി ഡ്രസ്സൊക്കെ ആദ്യം കളക്ട് ചെയ്യാന്ന് ഓർത്ത്. കാരണം എനിക്ക് ഡ്രസ്സില്ലാത്ത ദരിദ്രാവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇട്ട ഡ്രസ്സ് തന്നെ കഴുകുക ഇട അവസ്ഥയാണ്. ഇത് നമ്മുടെ കേക്ക്, ഇതാണ്. നല്ല രസമുണ്ട്. താങ്ക് യു അജുക്കാക്ക, അമ്മു, ഉമ്മച്ചി ആൻഡ് വാപ്പച്ചി. നല്ല ഹാപ്പി ആയത് കണ്ടപ്പോൾ തന്നെ. നമ്മൾ ആദ്യം പോണത് ഇക്കാക്കാൻ്റെ അങ്ങടല്ലേ, ഇക്കാക്കാൻ്റെ അടുത്തും തതൻ്റെ അടുത്താണ് ആദ്യം പോണത്. സോ അവിടെ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേക്കും പിടിച്ചു. കാരണം അവിടെ പോയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്നോർത്ത് അത് പിടിച്ചു. നമ്മളങ്ങനെ അവരുടെ റൂമിൻ്റെ അടുത്തെത്തി. കേക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തി. ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഫാമിലി തന്നെ ഞാൻ കൂടാതെ വേറൊരു മിച്ചുണ്ട്, പിന്നെ ഐഷും. ഇവരുടെ അടുത്തേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് പത്തിരി, ബീഫ് ഒക്കെ കഴിച്ചായിരുന്നു. അതെ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പത്തിരി അതൊക്കെ കഴിച്ചു. നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി നമ്മൾ ഇവിടെ ഇത്ര നേരം ഇരിക്കണ്ട, നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോവായിരുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു വന്നത്. പക്ഷേ ഇവിടെ ഇരുന്നിരുന്ന് ഒരു 10:30 ആയി. എന്നുവെച്ചാൽ നാട്ടിലെ 12 മണിയൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചു. പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് പോരാണ്. നമ്മുടെ വണ്ടി ഇച്ചിരി നീക്കിയാണ് പാർക്ക് ചെയ്തത്. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി പണിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇച്ചിരി നീക്കിയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് നമ്മൾ കളക്ട് ചെയ്തു. ഓക്കെ, ഞങ്ങൾക്കൊരു കംഫർട്ടറും ആൻഡ് എനിക്കൊരു വീട്ടിലിറങ്ങുന്ന ചെരുപ്പും എടുക്കാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ അങ്ങനെ കയറിയേക്കാണ്. നമ്മൾ
നമ്മൾ അവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാം, എവിടെയെങ്കിലും പോവാന്നൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ നമുക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല, നമ്മൾ വൈകിയാണ് ഇറങ്ങിയത്.